بسم الله الرحمن الرحيم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم إن زلزلة الساعة شيء عظيم. صدق الله العظيم. ഏറ്റവും ബഹുമാനപ്പെട്ട എൻ്റെ ഉസ്താദുമാരെ, വേദിയിരിക്കുന്ന മുതഅല്ലിം സുഹൃത്തുക്കളെ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം അന്ത്യനാളിന്റെ അടയാളങ്ങൾ അല്ലെങ്കിൽ ലോക അവസാനത്തിന്റെ അടയാളങ്ങൾ എന്ന വിഷയത്തെയാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെയും അതിലുള്ള സൃഷ്ടികളെയെല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അല്ലാഹു തആല ഈ ലോകത്തെ സൃഷ്ടിച്ചുവെങ്കിൽ ആ ലോകത്തിന് ഒരു അന്ത്യമെന്നുള്ളത് തീർത്തും അനിവാര്യമായ ഒരു കാര്യം തന്നെയാണ്. അതിനാൽ ഈ ലോകത്തിന് അവസാനം ഉണ്ടാകുന്നത് തീർച്ചയായ കാര്യമാണ്. അല്ലാഹു ഖുർആനിലൂടെ ഈ കാര്യം വ്യക്തമായി പറയുന്നുണ്ട്. ഈ ഭൂമിക്ക് ഒരു അവസാനം ഉണ്ടായിരിക്കും. ഈ ഭൂമിക്ക് എന്തായാലും ഒരു അന്ത്യം ഉണ്ടായിരിക്കും. ഒരിക്കൽ ഈസാ നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ ഹവാരികളിൽപ്പെട്ട കുറച്ച് ജനതകൾ വന്നിട്ട് ഈസാ നബിയോട് പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകരെ, നിങ്ങൾ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകന്റെ ഖബറിൽ പോയി അദ്ദേഹത്തെ തിരിച്ചു വിളിക്കുമോ എന്ന് ഈസാ നബി അലൈഹിസ്സലാമോട് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം ആ ഹവാരി സമൂഹവുമായി നടന്നു പോവുകയും ഒരു മൺതിട്ടയുടെ അടുത്ത് ചെല്ലുകയും ചെയ്തു. അങ്ങനെ ആ മൺതിട്ടയുടെ അടുത്ത് ചെന്നപ്പോൾ അവിടെ ചെന്നിട്ട് ഈസാ നബി അലൈഹിസ്സലാം ആ മൺതിട്ടയിൽ ചെന്ന് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വടി കൊണ്ട് ആ മൺതിട്ടയിൽ അടിച്ചിട്ട് പറഞ്ഞു, താങ്കൾ എഴുന്നേറ്റ് വരിക, അല്ലയോ കഅബ് ഹാമേ, നൂഹ് നബിയുടെ മകനായ കഅബ് ഹാമേ, താങ്കൾ എഴുന്നേറ്റ് വരിക എന്ന് പറഞ്ഞു. ഈ സമയം കഅബ് ഹാം എന്നവർ എഴുന്നേറ്റു. എന്നിട്ട് ചോദിച്ചു, ലോകാവസാനമായോ എന്ന് ചോദിച്ചു. അപ്പൊ ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ലോകാവസാനമായിട്ടില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം ഉയർത്തെഴുന്നപ്പോൾ അദ്ദേഹത്തിന്റെ തലമുറകളെല്ലാം വളരെയധികം നരച്ചു വൃദ്ധനെ പോലെ ആയിരുന്നു. അപ്പൊ ഈസാ നബി അലൈഹിസ്സലാം കഅബ് ഹാമിനോട് ചോദിച്ചു, അല്ലയോ ഹാമേ, താങ്കൾ മരണപ്പെട്ടപ്പോൾ താങ്കൾ നരബാധിതനാണോ മരണപ്പെട്ടത്, അതോ യുവാവായിരിക്കുമ്പോഴാണോ മരണപ്പെട്ടതെന്ന് ചോദിച്ചപ്പോൾ ഹാം എന്നവർ ഈസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഞാൻ മരണപ്പെട്ടപ്പോൾ ഞാൻ വളരെയധികം യുവാവായിരുന്നു, ഞാൻ നരബാധിച്ച ആളായിരുന്നില്ല. എന്നാൽ ഞാൻ എന്നെ രണ്ടാമതായി ഉയർത്തെണീച്ചപ്പോൾ ലോക അവസാനമായി എന്ന് പേടിച്ചുകൊണ്ടാണ് എന്റെ മുടികളെല്ലാം നരച്ചു പോയതെന്ന് ഹാം എന്നവർ ഈസാ നബി അലൈഹിസ്സലാമിനോട് പറയുകയാണ്. അത്രയേറെ ഭയാനകമായ ഒന്നാണ് ലോക അവസാനം എന്നുള്ളത്. അത്രയേറെ കാഠിന്യതയുണ്ട് ലോക അവസാനത്തിന്. ഒരിക്കൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു ചോദിച്ചു, അല്ലയോ അല്ലാഹുവിന്റെ പ്രവാചകരെ, ഈ ലോകത്തിന് ഒരു അവസാനം ഉണ്ടായിരിക്കുമല്ലോ, അപ്പോൾ ഈ ലോക അവസാനം ഉണ്ടാകുന്നത് നമുക്ക് ഈ ലോക അവസാനം ഉണ്ടാകുന്നതിന് മുമ്പ് എന്തെങ്കിലും അടയാളങ്ങൾ നമ്മൾ കാണാൻ സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇബ്നു മസ്ഊദ്, തീർച്ചയായും ധാരാളം അടയാളങ്ങൾ, ചെറുതും വലുതുമായ ധാരാളം അടയാളങ്ങൾ ഈ ലോകത്തിൽ വന്നതിന് ശേഷം മാത്രമേ ഈ ലോകം അവസാനിക്കത്തുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവോട് പറയുകയാണ്, ഈ ലോകം അവസാനിക്കുന്നതിന് മുമ്പ് കുട്ടികൾക്ക് വളരെയധികം ദേഷ്യമുണ്ടാകും. കുട്ടികളിൽ സാധാരണമായി ദേഷ്യമില്ലാത്തവരാണ്. എന്നാൽ ലോകാവസാനം അടുക്കാറാകുമ്പോൾ സാധാരണ കുട്ടികളിൽ പോലും ദേഷ്യമുണ്ടാവുകയും ലോകാവസാനത്തിന് അടയാളപ്പെട്ടതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു കൊടുക്കുകയാണ്. കുട്ടികൾ എന്തെങ്കിലും പറയുമ്പോൾ ഉമ്മമാര് പറയും, മോനെ നീ തെറ്റുകൾ ചെയ്യരുത്, നീ അധികം
അധികമായി മൊബൈൽ ഫോണൊന്നും കാണരുത്. അങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം കണ്ണിലേക്ക് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് പറയുമ്പോൾ ഉമ്മാവനോട് പറയും, ഒന്ന് പോതല്ലേ, നിങ്ങൾ എന്തിന്റെ സൂക്കേടാ, മൊബൈൽ ഫോൺ കാണും, എന്നിങ്ങനെയൊക്കെയുള്ളതായ ദേഷ്യം പോലുള്ള സ്വഭാവം കുട്ടികളിൽ നിന്ന് ഉണ്ടാകും. അത് ലോകാവസാനത്തിന്റെ അടിയത്തിൽപ്പെട്ടതാണെന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മഴ പെയ്യും, എന്നാൽ ആ മഴ പെയ്യുന്നത് കൊണ്ട് ഉപകാരങ്ങൾ ഉണ്ടാവുകയില്ല. ലോകാവസാനം അടുക്കാറാകുമ്പോൾ ആവശ്യം അധികമായി മഴ പെയ്യും, എന്നാൽ അല്ലാഹു ആ മഴയിൽ നിന്ന് ബറക്കത്തിനെ എടുത്തു കളയും. എത്ര മഴ പെയ്താലും പാലങ്ങളിൽ നിന്നും നെല്ലുണ്ടാവുകയില്ല, കൃഷികളൊന്നും ഫലം കായ്ക്കില്ല, ഒരു പുല്ല് പോലും മുടക്കാത്ത രീതിയിലായിരിക്കും മഴ പെയ്യുന്നത്. അധികമായ മഴ പെയ്യും, അല്ലാഹു മഴയിൽ നിന്ന് ബറക്കത്തിനെ എടുത്തു കളയും. ഇത് ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. മൂന്നാമതായി പ്ലേറ്റ് കമ്മ്യൂണിക്കേഷൻ അധികമായി വളരും. എന്താണ് ഈ പ്ലേറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ? അറബികൾ സാധാരണമായി പ്ലേറ്റ് എന്നുള്ളതിന് ഉപയോഗിക്കുന്ന വാക്ക് അത്തുബാത്ത് എന്നാണ്. പ്ലേറ്റ് എന്ന് പറയുന്ന അറബി വാക്ക് അന്ന് അറബികളുടെ കാലത്ത് പഴയ അറബികൾക്ക് പ്ലേറ്റ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തുബാത്ത് എന്ന് പറഞ്ഞപ്പോൾ അറബികൾക്ക് ഇത് മനസ്സിലായില്ല, എന്താണ് ഈ അത്തുബാത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വർഷകാലങ്ങൾക്ക് ശേഷം മോഡേൺ അറബി ഉണ്ടായപ്പോൾ അത്തുബാത്തിനെ പ്ലേറ്റ് അല്ലെങ്കിൽ ഡിഷുകൾ അല്ലെങ്കിൽ സാറ്റലൈറ്റുകൾ എന്നുള്ളതായ അർത്ഥം മോഡേൺ അറബികൾ മനസ്സിലായി. അധികമായി ഉണ്ടാകും. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിഷുകൾ, സാറ്റലൈറ്റുകൾ മുതലായവരുടെ ടെക്നോളജിയുടെ വളർച്ച കൊണ്ട് മനുഷ്യരെല്ലാവരും അതിലേക്ക് ആദ്യം ഇത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. നമ്മുടെ ഈ നൂറ്റാണ്ടിലേക്ക് കടന്നപ്പോൾ ഭൂരിഭാഗം ആളുകളുടെ തലയും കഴുത്തുമെങ്കിലും കുടുങ്ങിയതുപോലെയാണ്. അവരിങ്ങനെ ഫോണിലേക്ക് ഇരുന്നുകൊണ്ട് അവരുടെ തല ഇങ്ങനെ മൊബൈൽ ഫോണിൽ കഴുത്ത് താന്നവരാണെന്നാണ് പറയുന്നത്. ഇന്ന് ഏതൊരു ചെറിയ ഓലയുള്ള കുടിലിൽ പോയാലും അവിടെ ടെലിവിഷൻ ഇല്ല എന്നുള്ളത് വളരെ കുറഞ്ഞതാണ്. എല്ലാ വീടുകളിലും ടെലിവിഷൻ ഇപ്പോൾ അധികരിച്ചു വരുന്ന ഒരു കാലമാണ്. ചെറ്റക്കുടിലാണെങ്കിലും വലിയ വലിയ ഫ്ലാറ്റുകളാണെങ്കിലും വലിയ പണക്കാരുടെ വീടുകളിൽ ഒരു റൂമിന്റെ വരെ വലിപ്പമുള്ള ടിവിയും അതിനൊത്ത ഹോം തിയേറ്ററുകളും ഒക്കെ വെച്ച് വളരെയധികം ഇടിച്ചു പൊളിക്കുന്ന ഒരു കാലമാണ് ഇത്. ലോകാവസാനത്തിന് അടയാളമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അടുത്തതായി പറഞ്ഞത് സമയം അടുത്തു വരും, അങ്ങാടികൾ അടുത്തു വരും. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താണ് സമയം എടുത്തു വരിക എന്ന് ഉദ്ദേശിക്കുന്നത്? യാത്രകൾ വളരെ അധികം എളുപ്പമാകും. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ യാത്ര പണ്ട് കാലത്തൊക്കെ ഉസ്താദുമാരൊക്കെ പ്രസംഗിക്കാനായി വരുമ്പോൾ കേൾക്കാറുണ്ട്, കാസർഗോഡ് നിന്ന് വളരെ കഷ്ടപ്പെട്ടാണ് ട്രെയിൻ കയറിയൊക്കെ വരുന്ന സിസ്റ്റമായിട്ടുണ്ടായത്. എന്നാൽ ഇപ്പോൾ വളരെ എളുപ്പമാണ്, പെട്ടെന്നാണ് യാത്രകൾ ഇതാവുന്നത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാഈലിന്റെ സമയത്ത് 40 ദിവസം കൊണ്ട് യാത്ര ചെയ്തു പോകുന്ന ഇസ്രായേലിൽ ബൈത്തുൽ മുഖദ്ദസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബുറൂജുൽ വാഹിദത്തിൽ കയറിയിട്ട് ഒറ്റ രാത്രി കൊണ്ടാണ് പോയത്. എന്നാൽ ഇന്ന് സൗദിയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പ്ലെയിൻ പറപ്പിക്കുന്ന ഒരു പൈലറ്റ് വെറും 2.5 മണിക്കൂർ കൊണ്ടാണ് സൗദിയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസ് എത്തുന്നത്, ജോർദാനിലെത്തുന്നത്. അത്രയധികമായി നമ്മുടെ യാത്ര, അതായത് സമയം അടുത്തു വരും, യാത്രകൾ എളുപ്പമായി. അങ്ങാടികൾ അടുത്തു വരുമെന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ പണ്ട് കാലത്തൊക്കെ നമ്മളിപ്പോൾ ജംഗ്ഷൻ കാണുകയാണെങ്കിൽ പിന്നെ വളരെയധികം കിലോമീറ്ററുകളും വളരെയധികം കിലോമീറ്ററുകൾ അപ്പുറത്താണ് അടുത്ത ജംഗ്ഷൻ കാണാൻ സാധിക്കും. എന്നാൽ ഇന്ന് അടുത്തടുത്താണ് ജംഗ്ഷൻ ഉള്ളത്. ഇപ്പോൾ നമുക്ക് മനസ്സിലാകും പട്ടിമറ്റം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ജംഗ്ഷൻ കുമ്മനോട്, അത് കഴിഞ്ഞ് അങ്ങനെ അടുത്തടുത്തടുത്തടുത്ത് ഒരുപാട് ജംഗ്ഷനുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണമാണ് ഫ്ലിപ്കാർട്ട് പോലുള്ള ഇന്റർനെറ്റുകൾ. നമ്മൾ വീട്ടിലിരുന്നു കൊണ്ട് നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ സാധനങ്ങൾ പിറ്റേന്ന് വീട്ടിലേക്ക് വരും. ഇതാണ് ബിസിനസിനെ ഉദ്ദേശിച്ചത്. അങ്ങാടികൾ അടുത്തൊരു ബിസിനസിനെ ഉദ്ദേശിച്ച ഉദാഹരണം ഇതാണ്. അങ്ങാടികൾ വീടിന്റെ തൊട്ടടുത്ത ഭാഗങ്ങളിലേക്ക് നമ്മൾ വീട്ടിലിരുന്ന് കൊണ്ട് എന്ത് ആവശ്യപ്പെട്ടാലും അത് നമ്മുടെ വീടിന്റെ വാതിക്കലേക്ക് വരുന്നതായ ഒരു സാഹചര്യം ലോകാവസാനത്തിന് അടയാളമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അടുത്തായി പറയുന്നത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, മ്യൂസിക് ഉപകരണങ്ങൾ, അതായത് സ്പീക്കറുകൾ അധികമായി കാണും. ഇപ്പോൾ സ്പീക്കറുകൾ വളരെയധികം ഫാഷനായ ഒരു കാലമാണ്. ബ്ലൂടൂത്തിന്റെ സ്പീക്കർ, ബ്ലൂടൂത്ത് ഇല്ലാത്ത സ്പീക്കർ, ബ്ലൂടൂത്തിന്റെ മൈക്ക് ഉപയോഗിക്കുന്ന സ്പീക്കർ, ബ്ലൂടൂത്തിന്റെ മൈക്ക് ഉപയോഗിക്കാത്ത സ്പീക്കർ, എല്ലായിടത്തും നമ്മളിപ്പോൾ സംസാരിക്കുന്നത് വരെ ഒരു സ്പീക്കറിലൂടെയാണ്. സ്പീക്കർ വെച്ചാൽ ഒരു ഫാൻ, ഒരു സെറ്റപ്പായി മാറിയൊരു കാലം. അത് ലോകാവസാനത്തിന്റെ അടയാളമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഉദാഹരണമാണ് മദ്യപാനം കൂടുക എന്നുള്ളത്.
ഇപ്പോൾ മദ്യപാനം വളരെ അധികം കൂടിയിരിക്കുന്ന കാലമാണ്. നമ്മുടെ നാട്ടിൽ തന്നെ എന്തുമാത്രം ബാറുകളാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. നമ്മുടെ പട്ടിമെട്ടിൽ തന്നെ എന്തുമാത്രം 1-2 ബാറുകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇത് വളരെയധികം ലോകാവസാനത്തിന്റെ അടയാളമാണ്. വിശദാനുസരണം പറയുന്ന ഒരു കാരണമാണ്. ഈ ലോകാവസാനം എന്നുള്ളത് ഈമാൻ കാര്യത്തിൽ 6ാമതായുള്ള കാര്യമാണ്. ഈ ലോകാവസാനത്തിന് ചെറുതും വലുതുമായ കാരണങ്ങളുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞത് ചെറിയ കാരണങ്ങളാണ്. ലോകാവസാനത്തിന് വലിയതായ ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ തെറ്റുകൾ അധികമായിരിക്കുന്ന കാലത്താണ് ഇമാം മഹ്ദി അലൈഹിസ്സലാം ഈ ഭൂമിയിലേക്ക് വരുന്നത്. ഇമാം മഹ്ദി അലൈഹിസ്സലാം വരുന്നതിന് മുമ്പ് 30 കള്ള മഹ്ദികൾ ഈ ലോകത്ത് വന്ന ശേഷം മാത്രമേ ഇമാം മഹ്ദി അലൈഹിസ്സലാം വരികയുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുമ്പോൾ നിബിതങ്ങളുടെ അടുത്ത് വന്നിട്ട് ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ കരയുകയാണ്. ഇത് കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അല്ലയോ ഫാത്തിമ, എന്തിനാ എന്റെ മോള് കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഉപ്പ, താങ്കൾ മരണപ്പെട്ടു പോയാൽ, താങ്കൾ വഫാത്തായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആരാണ് ഉപ്പ ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എന്റെ മോള് ഏറ്റവും ഭാഗ്യമുള്ളവരാണ്. എന്റെ മോള് ഈ ലോകത്ത് പ്രവാചകന്മാരുടെ നേതാവും അതുപോലെ തന്നെ അന്ത്യപ്രവാചകനുമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളാണ്. നീ നിക്കാഹ് ചെയ്തിരിക്കുന്നത് ഇനി ഭാവിയിൽ ഇസ്ലാം ഭരണത്തെ നയിക്കാനുള്ള 4ാം ഖലീഫയെ അലിയാണ് നിക്കാഹ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ലോകാവസാനമാകുമ്പോൾ ഈ ലോകത്തെ തിന്മകളിലേക്ക് ആണ്ടുകൊണ്ടു പോകുമ്പോൾ ആ ലോകത്തെ നന്മയിലേക്ക് നയിക്കാൻ പോകുന്ന ഇമാം മഹ്ദി അലൈഹിസ്സലാം എന്നുള്ളത് നിന്റെ സന്താന പരമ്പരയിൽപ്പെട്ടതാണെന്ന് പറയുകയാണ്. ഇമാം മഹ്ദി അലൈഹിസ്സലാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ലോകം തെറ്റിലേക്ക് ആണ്ടുപോകുമ്പോൾ അള്ളാഹു നമ്മുടെ ലോകത്തെ തിന്മകളിൽ നിന്ന് നന്മയിലേക്ക് നയിക്കാനായി അള്ളാഹു അയക്കുന്ന ഒരു യുവ പുരുഷനാണ് ഇമാം മഹ്ദി അലൈഹിസ്സലാം എന്നുള്ളത്. അദ്ദേഹം ആദ്യമായി വന്നിട്ട് നമ്മുടെ മുസ്ലിം രാഷ്ട്രങ്ങളോടൊക്കെ യുദ്ധം ചെയ്ത് അതൊക്കെ പിടിച്ചെടുക്കും. ആദ്യമായി യുദ്ധം ചെയ്യുന്നത് ഇറാനാണ്, പിന്നെ സൗദി പിടിച്ചെടുക്കും, അങ്ങനെ ഒരുപാട് ഇസ്ലാം രാജ്യങ്ങൾ പിടിച്ചെടുക്കും. അത് കഴിഞ്ഞ് അതുപോലെ തന്നെ ഒരുപാട് യഹൂദ രാജ്യങ്ങളൊക്കെ പിടിച്ചെടുക്കും. ഇമാം മഹ്ദി അലൈഹിസ്സലാം കടന്നു വന്ന കഴിയുമ്പോഴാണ്. അതുപോലെ ലോകാവസാനത്തിന്റെ മറ്റൊരടയാളമാണ് പുക വീഴുക എന്നുള്ളത്. അതാണ് ലോകാവസാനം അടുക്കാതാകുമ്പോൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പുക വീഴുക എന്നത് ലോകാവസാനത്തിന്റെ മറ്റൊരു അടയാളമാണ്. ഇതുപോലെ തന്നെ അടയാളമാണ് ദജ്ജാൽ പുറപ്പെടുക എന്നുള്ളത്. ദജ്ജാൽ പുറപ്പെടുക എന്ന് പറഞ്ഞാൽ ലോകാവസാനം അടുക്കാതാകുമ്പോൾ ദജ്ജാൽ പുറപ്പെടും. തമീം റളിയല്ലാഹു അൻഹുവിനെ കേട്ട് വലിയ പരിചയമുണ്ടാവുകയില്ല. അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് തറാവീഹ് 20 റക്അത്തായി നിർബന്ധമാക്കിയപ്പോൾ അന്ന് ഇമാം നിന്ന 2 സഹാബാക്കൾ ഒരാളാണ് തമീം റളിയല്ലാഹു അൻഹു. അവരൊരിക്കൽ തമീം റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ഇങ്ങനെ ഈ കാര്യം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ മുസ്ലിം ആകാനുള്ള കാരണമെന്തെന്ന് വെച്ചാൽ ഞാനും എന്റെ കൂട്ടാളികളുമായി 30 സംഘം അറേബ്യയിൽ നിന്ന് യാത്രക്കായി പുറപ്പെട്ടു. അങ്ങനെ അറേബ്യയിൽ നിന്ന് യാത്രക്കായി പുറപ്പെട്ടു. അങ്ങനെ ഞങ്ങളുടെ ദ്വീപിന്റെ അടുത്തെത്തിയപ്പോൾ ഞങ്ങളുടെ കപ്പലൊക്കെ തകരുകയും ഞങ്ങളങ്ങനെ ആ ദ്വീപിൽ കയറുകയും ചെയ്തു. ഞങ്ങൾ ആ ദ്വീപിൽ കയറിയപ്പോൾ ആ ദ്വീപിന്റെ ഗുഹാമുഖത്ത് ഒരു മനുഷ്യനുണ്ട്, ഒരു ജീവിയിരിക്കുന്നു. ആ ജീവിയുടെ പിൻഭാഗവും മുൻഭാഗവും ഒരുപോലെയാണ്. ആ ജീവിയുടെ പിൻഭാഗവും മുൻഭാഗവും ഒരുപോലെയാണ്. ആ ജീവിക്ക് 4 കാലുകളുണ്ട്. ആ 4 കാലുകളുടെ രൂപങ്ങളും 4 നിറത്തിലുള്ള ജീവിയാണ്. അപ്പൊ തമീം റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലയോ നിങ്ങൾ ആരാണെന്ന് ചോദിച്ചിട്ട് പറഞ്ഞു, താഴത്തായിട്ട് ഗുഹയുണ്ട്, ആ ഗുഹയിൽ പോയി തിരക്കിയാൽ ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ തമീം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സംഘങ്ങളിലെ ആളുകളും അങ്ങനെ ആ ഗുഹയിലേക്ക് ചെന്നപ്പോൾ ആ ഗുഹയിൽ ഇതാ ചങ്ങലയിൽ ബാധിച്ചൊരു മനുഷ്യൻ കിടക്കുകയാണ്. അങ്ങനെ തമീം റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് ചോദിച്ചു, നിങ്ങൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യനൊന്നും മറുപടി പറഞ്ഞില്ല. ആ മനുഷ്യൻ ആദ്യമായി ചോദിച്ചതെന്നറിയോ? ആ മനുഷ്യൻ ആദ്യമായി ചോദിക്കുകയാണ്, ബൈസാൻ ഈന്തപ്പനത്തോട്ടം എങ്ങനെയുണ്ട്? ബൈസാൻ ഈന്തപ്പനത്തോട്ടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോ തമീം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ തോട്ടത്തിൽ നിന്ന് നിറച്ചും ഈന്തപ്പനകൾ കായ്ക്കുന്നുണ്ട്. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ആ തോട്ടത്തിൽ ഈന്തപ്പനകൾ എന്ന് കായ്ക്കാതാകുന്നു, അന്ന് ഞാൻ പുറപ്പെടുമെന്ന് പറയുകയാ. അതുപോലെ തന്നെ എന്നിട്ട് ദജ്ജാൽ ചോദിക്കുകയാ,
ജോർദാനിലെ തബർ തടാകം എങ്ങനെയുണ്ട്? തമീം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജോർദാനിലെ തബർ തടാകം ഇന്ന് ശുദ്ധമായ വെള്ളത്തോട് നിറഞ്ഞൊഴുകുകയാണെന്ന് പറഞ്ഞപ്പോ ദജ്ജാൽ എന്നവർ പറഞ്ഞു, ആ തടാകത്തിൽ എന്ന് വെള്ളം വറ്റി വന്നുന്നോ അന്ന് ഞാൻ പുറപ്പെടും. എന്നിട്ട് വീണ്ടും ചോദിച്ചു, മദീനയിൽ മുഹമ്മദ് എന്നവർ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തമീം റളിയല്ലാഹു അൻഹു പറഞ്ഞു, മദീനയിൽ മുഹമ്മദ് എന്നവർ വന്നിട്ടുണ്ട്. അപ്പോൾ ദജ്ജാൽ എന്നവർ പറഞ്ഞു, എന്നെങ്കിൽ അവരുള്ള ആളുകളോട് പറയുക അദ്ദേഹത്തെ പിൻപറ്റുക എന്ന് പറയുക, അദ്ദേഹത്തെ പിൻപറ്റുന്നവർക്ക് നാളെ രക്ഷപ്പെടാൻ പറ്റുമെന്ന് പറഞ്ഞു. എന്നിട്ട് ദജ്ജാൽ എന്നവർ തമീം റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഞാൻ ഈ ഭൂമിയിൽ ഞാൻ അവസാനം എടുക്കാറാകുമ്പോൾ ഞാൻ ഈ ചങ്ങല പൊട്ടിച്ചുകൊണ്ട് പുറത്തേക്ക് വരും. ഞാൻ 40 ദിവസം ഭൂമിയിൽ മൊത്തം വിഹരിക്കും. അത് ഒരു ദിവസത്തിന് 1 വർഷത്തിന്റെ കണക്കും, ഒരു ദിവസത്തിന് 1 മാസത്തിന്റെ കണക്കും, 1 വർഷത്തിന് 1 ആഴ്ചയുടെ കണക്കും ഉണ്ടാകും. ബാക്കി 37 ദിവസങ്ങൾക്ക് സാധാരണ രീതിയിലാണ് കണക്കെന്ന് ദജ്ജാൽ എന്നവർ പറയുകയാണ്. ദജ്ജാൽ അങ്ങനെ പറയുകയാണ്. അങ്ങനെ ദജ്ജാൽ ഈ ഭൂമിയിലേക്ക് വന്നു കഴിയുമ്പോൾ മക്ക മദീനയെ വിളിച്ച് ബാക്കിയുള്ള ഭാഗങ്ങളിലും അദ്ദേഹം ഫിത്നകൾ ഉണ്ടാകും. ഈ സമയത്താണ് ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങുന്നത്. അദ്ദേഹം ഇറങ്ങുന്ന പള്ളിയുടെ പേരാണ് മസ്ജിദുൽ അമവിയ. ദമസ്കസിലെ ഒരു പള്ളിയാണ് മസ്ജിദുൽ അമവിയ എന്ന് പറഞ്ഞാൽ. ആ പള്ളിയുടെ മിനാരത്തിലൂടെയാണ് ദജ്ജാൽ വരുന്നത്. അങ്ങനെ ദജ്ജാൽ വരികയും ദജ്ജാലിനെ ഈസാ നബി അലൈഹിസ്സലാം ഇസ്രായേലുള്ള ഒരു എയർപോർട്ടിൽ വെച്ച് അവിടുന്ന് യാത്ര പുറപ്പാടിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ഈസാ നബി അലൈഹിസ്സലാം വധിക്കുകയാണ്. ശേഷം യഅജൂജ് മഅജൂജ് വരും. അവര് ഈ മംഗോളിയൻ ജനതയാണ്. അതായത് ചെങ്കിസ് ഖാൻ എന്നൊക്കെ പറയുന്നത് ഈ യഅജൂജ് മഅജൂജ് എന്നവരുടെ വംശപരമ്പര വരെയാണ് ഈ ചെങ്കിസ് ഖാൻ ചക്രവർത്തിക്ക്. അങ്ങനെ അവര് ഈ ഭൂമിയിൽ അധികമായി ഫിത്നയുണ്ടാക്കുമ്പോൾ ഈസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ദുആ ചെയ്യുകയും കഴുത്ത് നീണ്ട ഒരു പക്ഷി വന്ന് അവരുടെ തലയിൽ ഒരു തരം ഒട്ടകത്തിന്റെ തലയിലുള്ള ഒരു പുഴുവിനെ ഇടുകയും അങ്ങനെ അവർ ഇതാവുകയും ചെയ്യും. അങ്ങനെ അള്ളാഹു നശിപ്പിക്കും. അങ്ങനെ ഭൂമിയിൽ ഒരുപാട് ഫിത്നകൾ ഉണ്ടാകും. യൂറോപ്പ്, ഏഷ്യ, യമൻ പോലുള്ള ഭാഗങ്ങളിൽ ഒരുപാട് ഭൂകമ്പങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെ തന്നെ ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ പറയപ്പെട്ടാണ്. സമയം വഴി ചുരുങ്ങിയതാണ്. ഞാൻ എന്റെ വാക്കുകൾ സ്മരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.